ഒരുപാട് പേര് കാത്തിരിക്കുന്ന മാർവലിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എർത്ത് 828 ആണ്, അതും 1964 കാലഘട്ടം. ഫാന്റാസ്റ്റിക് ഫോറിലെ സൂനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അവളിപ്പോൾ ഗർഭിണിയാണ്. ഉടൻ തന്നെ സ്യൂ ഭർത്താവായിട്ടുള്ള റീഡിനെ വിവരം അറിയിക്കുന്നു. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാകുന്നു. ഇവൻ ആരൊക്കെയാണെന്ന് ഒരു എത്തും പിടിയില്ലെങ്കിൽ ഞാൻ ചെറിയൊരു ഡീറ്റെയിലിംഗ് തരാം. ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന 4 സൂപ്പർ ഹീറോസ് ഉണ്ട്. റീഡ്, ഈ പറയുന്ന സ്യൂ, ബെന്ന്, ജോണി, ഇവര് 4 പേരും ആസ്ട്രോണറ്റുകളായിരുന്നു, അതായത് ബഹിരാകാശ യാത്രികരായിരുന്നു. അങ്ങനെ ഒരിക്കല് ബഹിരാകാശ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവര് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു പേടകം പൊട്ടിത്തെറിക്കുകയും അതിൽ നിന്നുണ്ടായ കോസ്മിക് റേസ് മുഖേന ഇവര് 4 പേരും സൂപ്പർ ഹ്യൂമൻസ് ആയിട്ട് മാറുകയാണ്. അവർക്ക് പലതരത്തിലുള്ള എബിലിറ്റികളും കിട്ടി. അതോടുകൂടി 4 പേരും വലിയ സെലിബ്രിറ്റീസ് ആയിട്ട് മാറുകയാണ്. വെറുതെ സെലിബ്രിറ്റീസ് ആയിട്ട് മാറിയതല്ല, ഭൂമിയിലേക്ക് വരുന്ന പലതരത്തിലുള്ള ഏലിയൻസിനെയും മറ്റും ഇവരാണ് പ്രതിരോധിക്കാറുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഫാന്റാസ്റ്റിക് ഫോറിനെ അവരുടെ രക്ഷകരായിട്ട് തെരഞ്ഞെടുത്തു കഴിഞ്ഞു. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവര് 4 പേരും കൂടി ചേർന്ന് അത് തീർത്ത് കളയും. ഇനി നമുക്ക് ഈ 4 പേരുടെയും പവറുകളെ പറ്റിയിട്ട് സംസാരിക്കാം. ആദ്യം റീഡിനെ പറ്റിയിട്ട്. റീഡ് മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആണ്. അവനിങ്ങനെ ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്യാനായിട്ട്, അത് വലിച്ചു നീട്ടിന റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് കഴിയും അവന്റെ ബോഡി. പിന്നെ ബെന്നാണുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്ലുമനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സ്ട്രെങ്ത് നമ്മുടെ ബെൻ അഥവാ തിങ്ങിനുണ്ട്. പിന്നെയുള്ളത് നമ്മൾ നേരത്തെ കണ്ട സ്യൂ ആണ്. അവളൊരു ഇൻവിസിബിൾ വുമൺ ആണ്. ഇൻവിസിബിൾ ആവാനുള്ള കഴിവ് മാത്രമല്ല, ഒരുപാട് എനർജി ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷീൽഡുകളും ബ്ലാസ്റ്റുകളൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. പിന്നെയുള്ളത് ഹ്യൂമൻ ടോർച്ച് എന്നറിയപ്പെടുന്ന ജോണിക്കുട്ടനാണ്. അവന് ശരിക്കും പറഞ്ഞാൽ തീ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പറക്കാനും സ്വയം തീ പിടിക്കാനും പിന്നെ ഈ ഒരു ഫയർ മറ്റുള്ളവർക്ക് നേരെ പ്രയോഗിക്കാനുള്ള എബിലിറ്റി അവനുണ്ട്. ബെന്നും ജോണിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് റീഡും സ്യൂവും വരുന്നത്. എന്നിട്ട് ജനിക്കാനായിട്ട് പോകുന്ന ആ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ബെന്നും ജോണിയും ഞങ്ങൾ അങ്കിളാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ത്രില്ലിലാണ്. അധികം വൈകാതെ തന്നെ കുട്ടി ജനിക്കും. അതിനു മുമ്പായിട്ട് ഇവര് ഹെർബി എന്ന് പറയുന്ന ഇവരുടെ റോബോട്ടിനെ ഒരു കാര്യം ഏൽപ്പിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാടി നടക്കുമ്പോൾ ആ കുട്ടിക്ക് അപകടകരമായിട്ടുള്ള ഒരു സാധനങ്ങളും പാടില്ല എന്ന് ഈ റോബോട്ടിനോട് പറഞ്ഞതനുസരിച്ച് റോബോട്ടാകട്ടെ കിച്ചണിലുണ്ടായിരുന്ന ഈ കൂർത്ത ഒബ്ജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. റീഡിന് സ്വന്തം ശരീരം വലിച്ചു നീട്ടാനുള്ള ശക്തി മാത്രമല്ല ഉള്ളത്, അവൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, പ്രത്യേകിച്ച് ടെക്നോളജിക്കലായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും ചെയ്യുമായിരുന്നു. ഇപ്പോഴിത് അവൻ ചെയ്യുന്ന പരീക്ഷണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു മുട്ട ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഞൊടിയിടയിൽ മാറ്റുന്നു. പക്ഷെ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ തന്നെ ഇവരുടെ എൻറ്റയർ ബിൽഡിങ്ങിലെ പവർ തന്നെ ഓഫായി പോകുന്നുണ്ട്. കുട്ടിയുടെ കാര്യത്തിൽ സൂനെക്കാട്ടിയും ടെൻഷനാണ് നമ്മുടെ റീഡിന്. റീഡ് താൻ കണ്ടുപിടിച്ച പല ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ട് സ്കാനിങ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ സൂ തന്നെ അവളുടെ വയർ മൊത്തം ഒരു ട്രാൻസ്പെറന്റ് എന്ന രീതിയിൽ ആ ഒരു കുട്ടിയെ കാണത്തക്ക വിധം റീഡിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് റീഡിനെ സമാധാനിപ്പിക്കുകയാണ് സൂ ചെയ്യുന്നത്. മറുവശത്ത് നമ്മുടെ കല്ലുമനുഷ്യനായിട്ടുള്ള ബെൻ ഇപ്പൊ ചുമ്മാ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ സ്കൂൾ പിള്ളേരൊക്കെ ബെന്നിനോട് ആ കാർ പൊക്ക് എന്ന് പറയാം. അതായത് റോട്ടിൽ കിടക്കുന്ന ഒരു കാർ എടുത്ത് പൊക്കാനായിട്ട് ഈ പിള്ളേർ ഇങ്ങനെ ബെന്നിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ബെന്നാകട്ടെ ആ ഒരു കാർ പൊക്കിയതോട് കൂടിയിട്ട് സ്കൂൾ പിള്ളേർ മൊത്തം ഒച്ചയും വിളി ഉണ്ടാക്കുകയാണ്. അതോട് കൂടിയിട്ട് അവരുടെ ടീച്ചർ നമ്മുടെ ബെന്നിനോട് സംസാരിക്കാനായിട്ട് വരുന്നു. ബെന്നിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീച്ചറോട് ചെറിയൊരു അടുപ്പമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി ആകാശത്ത് ഒരുപാട് ഉൽക്കകൾ ഇങ്ങനെ വന്ന് പതിക്കുന്നത് പോലെയുള്ള ഒരു പ്രകാശം രൂപപ്പെടുന്നത്. അതെന്താണെന്ന് നോക്കാനായിട്ട് നമ്മുടെ ജോണി അവന്റെ ശരീരം മൊത്തം തീയാക്കി മാറ്റിയിട്ട് പറന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവര് 4 പേര് മാത്രമല്ല ഈ ഒരു കാഴ്ച കാണുന്നത്, ജനങ്ങൾ മൊത്തം ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്തോ ഒരു വലിയ അപകടം വരാനിരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, സിൽവർ സർഫർ എന്ന് പറയുന്ന ഒരു ഏലിയൻ ആയിരുന്നു അത്. അതായത് ഒരു സർഫ് ബോർഡിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു തരത്തിലുള്ള ഏലിയൻ. എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോണിക്കുട്ടൻ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. സിൽവർ സർഫർ നമ്മുടെ ജോണിക്കുട്ടനോട് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു എർത്ത് ഗാലക്ടസ് ഉടനെ തന്നെ നശിപ്പിക്കാനായിട്ട് പോവുകയാണെന്ന് ഒരു വാണിംഗ് എന്ന രീതിയിൽ ആ ഒരു വാക്ക് പറഞ്ഞിട്ട് മറ്റൊരു അവരുടെ എന്തോ തരത്തിലുള്ള ഒരു ലാംഗ്വേജും പറഞ്ഞ് അവിടെ നിന്ന് സിൽവർ സർഫർ പോവുകയാണ്. പക്ഷെ അതിന് പിന്നാലെ നമ്മുടെ ജോണിക്കുട്ടൻ വെച്ച് പിടിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് സിൽവർ സർഫറിന്റെ പൊടി പോലും ജോണിക്കുട്ടനെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. 2 കാര്യമാണ് ഇപ്പൊ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഗാലക്ടസ് എന്ന് പറയുന്ന ആ ഒരു ഏലിയൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം വന്നിട്ട് എർത്തിനെ നശിപ്പിക്കോ എന്നുള്ളൊരു പേടി. പിന്നൊന്ന്, ഇവർക്ക് ജനിക്കാനായിട്ട് പോകുന്ന ആ കുട്ടിക്ക് സൂപ്പർ പവേഴ്സ് കിട്ടുമോ. റീഡാകട്ടെ വിശദമായിട്ട് ഇപ്പോൾ ഒരു പഠനം നടത്തി.
അതിന്റെ ഫലമായിട്ട് അവനൊരു കാര്യം വ്യക്തമായി. പല പ്ലാനറ്റുകളും ഇപ്പൊ കാണാതായിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു ഗാലക്ടസ് നശിപ്പിച്ചതായിരിക്കുമോ എന്നുള്ള ഭയമൊക്കെ റീഡിന്റെ മനസ്സിലുണ്ട്. യഥാർത്ഥ കാരണം കണ്ടെത്താനായിട്ട് ഫാന്റാസ്റ്റിക് ഫോർ ഇപ്പൊ സ്പേസിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇവര് 4 പേരും കൂടി ചേർന്നിട്ട് സിൽവർ സർഫറിന്റെ എനർജി സിഗ്നേച്ചർ ട്രാക്ക് ചെയ്തിട്ട് ഇപ്പോ മറ്റേതോ ഒരു ഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഗ്രഹമാകട്ടെ ആകെ നശിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു. അതും ഈ ഒരു ഗാലക്ടസിന്റെ പണിയായിരിക്കും എന്ന് ഇവർക്ക് മനസ്സിലായി. ഇവർ 4 പേരും ഒട്ടും പ്രതീക്ഷിക്കാതെ സിൽവർ സർഫർ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് 4 പേരെയും ഗാലക്ടസിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഗാലക്ടസിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ സിൽവർ സർഫറിന്റെ അടുത്തേക്ക് നമ്മുടെ ജോണിക്കുട്ടൻ പോയിട്ട് എന്തിനാണ് ഗാലക്ടസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താണ് അയാളുടെ ഉദ്ദേശം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഈ സമയം നമ്മുടെ റീഡ് ആകട്ടെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന റോബോട്ട് ഉണ്ടല്ലോ, ഹെർബി എന്നാണ് ആ ഒരു റോബോട്ടിന്റെ പേര്, അതിനോട് ഈ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പരമാവധി സാമ്പിൾസ് കളക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അധികം വൈകാതെ ഇവർ ഗാലക്ടസിന്റെ അടുത്തേക്ക് എത്തി. ഈ ഒരു ഗാലക്ടസിന്റെ ഒരേ ഒരു ബലഹീനത എന്ന് പറയുന്നത് വിശപ്പ് മാത്രമാണ്. ഈ ഒരു വിശപ്പ് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഊർജത്തെ ആശ്രയിക്കുകയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അതായത് മുഴുവൻ ഗ്രഹങ്ങളെയും ഭക്ഷിച്ച് സ്വയം നിലനിർത്തുകയാണ് ഗാലക്ടിക്സ് ഇപ്പൊ ചെയ്യുന്ന പരിപാടി. പുള്ളിക്കാരനെ സംബന്ധിച്ച് ഓരോ ഗ്രഹങ്ങളൊക്കെ കഴിക്കുന്നത് ചുമ്മാ പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഒന്നുമാവില്ല എന്ന താൽക്കാലികമായിട്ടുള്ള ഒരു വിശപ്പ് മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ജനസാന്ദ്രത കൂടിയിട്ടുള്ള ഗ്രഹങ്ങളോടൊക്കെ പുള്ളിക്കാരൻ പ്രത്യേക ഇഷ്ടമുണ്ട്. അങ്ങോട്ടേക്ക് വന്ന് അവിടെ മൊത്തം ഇരുന്ന് കഴിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എർത്തിലേക്ക് ഇപ്പോൾ വരുന്നു പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഗാലക്ടസിന്റെ മനസ്സ് മാറിയേക്കാണ്. എർത്തിന് ഞാൻ ഒന്നും ചെയ്യില്ല, പക്ഷേ നിങ്ങൾക്ക് ജനിക്കാനായിട്ട് പോകുന്ന ഈ ഒരു കുഞ്ഞിനെ എനിക്ക് വേണം. ഇത് കേട്ട 4 പേരും ആകെ ഞെട്ടിപ്പോയി. റീഡിന്റെയും സ്യൂവിന്റെയും പിഞ്ചു കുഞ്ഞിന് അപാരമായിട്ടുള്ള പ്രാപഞ്ചിക ശക്തി ഉണ്ടെന്നും എന്റെ വിശപ്പിനെ ഇല്ലാതാക്കാനായിട്ട് ആ ഒരു കുഞ്ഞിന് കഴിയുമെന്നും നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്ക് തന്നേക്കൂ എന്നൊക്കെയാണ് ഇപ്പൊ ഗാലക്ടസ് പറയുന്നത്. ഇത് കേട്ട ഇവർക്ക് 4 പേർക്കും സംഗതി പിടികിട്ടി. നൈസായിട്ട് ഇവരവിടെ നിന്ന് സ്കൂട്ടാവാൻ നോക്കുകയാണ്. ഇവർ 4 പേരും കൂടി ഷിപ്പിലേക്ക് പോകുമ്പോൾ ഇവരെ പിന്തുടർന്നുകൊണ്ട് സിൽവർ സർഫർ വരുന്നുണ്ട്. ഒരു ന്യൂട്രോൺ സ്റ്റാർ ഉപയോഗിച്ചിട്ട് ഇവരുടെ ഷിപ്പിന്റെ FTL സിസ്റ്റം, അതായത് ഫാസ്റ്റർ ദാൻ ലൈറ്റിനെക്കാട്ട് സ്പീഡിലുള്ള ആ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇവർ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ സിൽവർ സർഫർ വിടുന്ന ലക്ഷണമില്ല. അവൾ ഇവരുടെ ഷിപ്പിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ജ്യൂവിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവർ വളരെ വേഗത്തിൽ ആ ഒരു ഷിപ്പ് ഓടിക്കുകയും സിൽവർ സർഫർ വീണ്ടും ഒരുപാട് പുറകിലായി പോവുകയും ചെയ്യുകയാണ്. പക്ഷേ പുള്ളിക്കാരി വീണ്ടും ഇവരുടെ ഷിപ്പ് ലക്ഷ്യമാക്കിയിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ഇവരുടെ FTL സിസ്റ്റം തകർന്ന് തരിപ്പണായിട്ടുണ്ട്. നമ്മുടെ ജ്യൂവിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രസവവേദന തുടങ്ങിയിട്ടുണ്ട്. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിൻ ഇപ്പൊ ഇൻവിസിബിൾ ആക്കാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ റീഡ് ഒരു 30 സെക്കൻഡ് നേരത്തേക്കെങ്കിലും നമ്മുടെ എൻറ്റയർ ഈ ഒരു ഷിപ്പ് മൊത്തത്തിൽ ഒന്ന് ഇൻവിസിബിൾ ആക്കാൻ കഴിയുമോ എന്ന് ഭാര്യയായിട്ടുള്ള നമ്മുടെ സ്യൂവിനോട് ചോദിക്കുന്നുണ്ട്. അവൾ അതുപോലെ തന്നെ ചെയ്തു. ഒന്നാമത് പ്രസവവേദന ഉണ്ട്, പക്ഷെ അതിനിടയ്ക്ക് പോലും അവളത് ചെയ്തതുകൊണ്ട് ഈ ഒരു സിൽവർ സർഫറിന് ഇവരുടെ ഷിപ്പ് ഇപ്പോൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. ഷിപ്പ് ഇൻവിസിബിൾ ആയതോട് കൂടിയിട്ട് സിൽവർ സർഫർ വേറൊരു വഴിയിലും ഇവർ വേറൊരു വഴിക്കും പോവുകയാണ്. മാത്രമല്ല ഇപ്പൊ സ്യൂവിന് നല്ല രീതിയിലുള്ള പ്രസവവേദന തുടങ്ങിയിട്ടുണ്ട്. കുട്ടി ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു സ്പേസ് ഷിപ്പിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ സ്യൂ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയാണ്. അതൊരു ആൺകുട്ടിയായിരുന്നു. ഫ്രാങ്ക്ലിൻ എന്നാണ് പേര്. ഒരു കുഴപ്പവുമില്ലാതെ അവരിപ്പോ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. മീഡിയാസ് മൊത്തം ഇവരെ 4 പേരെയാണ് കാണിക്കുന്നത്. സ്യൂവിന്റെ കയ്യിലായിട്ട് ഒരു കൈക്കുഞ്ഞുണ്ടെന്നറിഞ്ഞ ആളുകൾ മൊത്തം ആർപ്പ് വിളിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരുടെ 4 പേരുടെയും മനസ്സിൽ ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം ഗാലക്ടസ് ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ മൊത്തം തരിപ്പണമാക്കാം. അധികം വൈകാതെ തന്നെ റീഡ് പത്രസമ്മേളനത്തിന് ജനങ്ങളോട് മൊത്തമായിട്ട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഗാലക്ടസ് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അവൻ ഈ ഭൂമിയെ മൊത്തത്തിൽ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒരേ ഒരു പോകാൻ വഴി മാത്രമുള്ളൂ. പക്ഷേ അത് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റൊന്നുമല്ല, എൻ്റെ കുഞ്ഞിനെ ഗാലക്ടസിന് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവൻ ഭൂമിയെ വെറുതെ വിടുള്ളൂ. ഇത് പറഞ്ഞതോട് കൂടിയിട്ട് ഇപ്പോൾ ആളുകളെല്ലാം തന്നെ ഇവർക്ക് നേരെ തിരിയാണ്. കാരണം ഈ ഒരു കുട്ടിയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻറ്റയർ ഭൂമിയെ മൊത്തത്തിൽ രക്ഷിക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഇവ ഫാന്റാസ്റ്റിക് ഫോറിന്റെ അടുത്ത് ജനങ്ങൾ പറയുന്നത്. നന്ദിയില്ലാത്ത വർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നാളും ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് വന്നിരുന്ന ഏലിയൻസിനെ എല്ലാം അടിച്ചൊതുക്കിയത് ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ ആയിരുന്നു. മീഡിയാസിന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം നൽകാതെ റീഡ് അവിടെ നിന്നും നടന്നു പോകുന്നു. ഇതേ സമയം ഗാലക്ടസ് സിൽവർ സർഫറിനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. എത്രയും പെട്ടെന്ന് നീ ആ ഒരു കുട്ടിയെ കൊണ്ടുവരണം എന്നും പറഞ്ഞുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി സിൽവർ സർഫർ ഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നു. ഇതേ സമയം ഭൂമിയിലാകട്ടെ ഫാന്റാസ്റ്റിക് ഫോർ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗാലക്ടിക്സ് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാം.
വലിയ തരത്തിലുള്ള ഒരു ഇവാക്യുവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്താനായിട്ട് കഴിയില്ല. ഇവരങ്ങനെ ആ ഒരു ഗ്രഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന സാമ്പിൾസും പിന്നെ അതുപോലെ തന്നെ ജോണിയുടെ അടുത്ത് ഈ ഒരു സിൽവർ സർഫർ അവളുടെ ഒരു നേറ്റീവ് ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയെല്ലാം ജോണി വിശദമായിട്ട് നമ്മുടെ സൂവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ജനങ്ങളാണെന്നുണ്ടെങ്കിൽ സമരത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി എത്രയും പെട്ടെന്ന് ഗാലക്ടസിന് കൊടുക്കുക, എങ്ങനെയെങ്കിലും ഭൂമിയെ രക്ഷിക്കുക എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. കല്ല് മനുഷ്യനായിട്ടുള്ള നമ്മുടെ ബെൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തെരുവിലൂടെ ചുമ്മാ നടന്നു പോകുമ്പോൾ അതുവഴി പോകുന്ന പിള്ളേരടക്കം അവനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ എന്നുള്ളൊരു പുച്ഛഭാവത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ അവരെ കാണുന്നത്. ടിവിയിൽ മൊത്തം ഇതിനെ പറ്റിയുള്ള ചാനൽ ചർച്ചയാണ്. ദേഷ്യം പിടിച്ച സ്യൂ ആകട്ടെ ആ ഒരു TV തന്നെ ഇപ്പോൾ തകർത്ത് കളയുന്നു. ഇവർ 4 പേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ബിൽഡിങ്ങിന് താഴെയായിട്ട് വലിയൊരു ജനാവലി തന്നെ വരുന്നത്. അതായത് ഈ കുട്ടിയെ എങ്ങനെയും വിട്ടുകൊടുത്ത് ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് റീഡിനും കൂട്ടർക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മുടെ സ്യൂ കുഞ്ഞു ഫ്രാങ്കിനെയും എടുത്തുകൊണ്ട് നേരെ ഈ ഒരു ജനാവലിക്ക് നടുവിലേക്ക് പോകുന്നത്. എല്ലാവരും ഞെട്ടിപ്പോയി. സമരം ചെയ്യുന്ന ആളുകളോട് നമ്മുടെ സ്യൂ പറയാണ്, ഞാനൊരു അമ്മയാണ്, എൻ്റെ കുഞ്ഞിനെ ഒരു കാട്ടാളനെ വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാവില്ല. നിങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ? എനിക്ക് എൻ്റെ കുഞ്ഞിനെയും രക്ഷിക്കണം, നിങ്ങളെയും രക്ഷിക്കണം. നമുക്കെല്ലാവർക്കും ഇതൊരുമിച്ച് നേരിടാം. നിങ്ങൾക്കെല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ആരുമില്ലേ? ഇതോടുകൂടിയിട്ട് ആ ജനം മൊത്തം സ്യൂ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ റീഡിന് മറ്റൊരു ഐഡിയ തോന്നുകയാണ്. അതായത് ഒരു ടെലിപ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ടാക്കുകയാണ് പുള്ളിക്കാരൻ. നേരത്തെ സിനിമയുടെ തുടക്കത്തിൽ ഒരു മുട്ട ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു എക്സ്പെരിമെന്റ് ഇവിടെ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് വലിയ തരത്തിലുള്ള പറഞ്ഞാൽ നമ്മളൊന്നും വിചാരിക്കാത്ത അത്രയും വലിയ ടെലിപ്പോർട്ടേഷൻ ബ്രിഡ്ജസുകൾ എർത്തിന്റെ, അതായത് ഭൂമിയുടെ പല ഭാഗത്തായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഗാലക്ടസ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എർത്തിന്റെ പൊസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ എർത്തിനെ പെട്ടെന്ന് തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റും. അപ്പോൾ ഗാലക്ടസിന് എർത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇതിന് ഒരുപാട് പവർ ആവശ്യമാണ്. ഭൂമി മൊത്തം ഒരുമിച്ച് ഒരേ സമയത്ത് ഈ പവറും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ എല്ലാ രാജ്യങ്ങളോടും ഒരു പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനിടയിൽ തൻ്റെ മകന് സൂപ്പർ പവർ ഉണ്ടോ എന്നൊക്കെ റീഡ് ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ്ങും മറ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം തന്നെ ഫാന്റാസ്റ്റിക് ഫോറിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെലിപ്പോർട്ടേഷൻ സിസ്റ്റം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെലിപ്പോർട്ടേഷൻ ബ്രിഡ്ജസ് ഒക്കെ ഇപ്പോൾ പണി പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ ബ്രിഡ്ജുകളും ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും സിൽവർ സർഫർ ഭൂമിയിലേക്ക് എത്തിയിട്ട് ആ ഒരു ബ്രിഡ്ജസ് മൊത്തം നശിപ്പിച്ച് കളയാണ്. അതാരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനത്തെ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ടൈം സ്ക്വയറിലാണ്. അത് നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ജോണി ഇപ്പോൾ സിൽവർ സർഫറിനെ തടയാനായിട്ട് പോകുന്നു. നേരത്തെ ഈ ഒരു സിൽവർ സർഫറിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവിടെ നിന്ന് കളക്ട് ചെയ്ത ട്രാൻസ്മിഷൻസ് അല്ലെങ്കിൽ സാമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവനൊരു ഓഡിയോ രൂപത്തിൽ അവിടെ മൊത്തം പ്ലേ ചെയ്യാണ്. അതോടുകൂടിയിട്ട് ഈ ഒരു സിൽവർ സർഫർ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള കാര്യം പുറത്താവുകയാണ്. സിൽവർ സർഫറിന്റെ യഥാർത്ഥ പേര് ഷലബാൽ എന്നാണ്. അവളുടെ ഗ്രഹവും ഇതേപോലെ തന്നെ ഗാലക്ടസ് വന്ന് നശിപ്പിച്ചു. പോരാത്തതിന് അവളെ അടിമയാക്കി ഇപ്പൊ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഓഡിയോ രൂപത്തിൽ അവിടെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ സിൽവർ സർഫറിന് നല്ല രീതിയിലുള്ള ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവൾ അവിടെ നിന്നും പോകാനായിട്ട് നിൽക്കുമ്പോൾ ജോണി പറയുന്നുണ്ട്, നീ നിന്റെ ഗ്രഹത്തിനെ രക്ഷിക്കാനായിട്ട് നോക്കിയില്ലേ? അതുപോലെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സിൽവർ സർഫർ അവിടെ നിന്നും പറന്നു പോവുകയാണ്. ജോണി 18 അടവും പയറ്റി നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ലാസ്റ്റ് ഇവരൊരു പ്ലാൻ ഇട്ടു. അതായത് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞുണ്ടല്ലോ, അതിന് ഇരയായിട്ട് അവിടെ വെക്കും. അതായത് ലാസ്റ്റ് ബ്രിഡ്ജ് ഇപ്പോഴും ഉണ്ട് ടൈം സ്ക്വയറിൽ. അവിടെ ഈ ഒരു ടെലിപ്പോർട്ട് മുഖേന അങ്ങോട്ടേക്ക് വരുന്ന ഈ ഒരു ഗാലക്ടസിനെ ആ ഒരു ടെലിപ്പോർട്ടിലേക്ക് തള്ളി വീഴ്ത്തി തിരിച്ചു വരാൻ കഴിയാത്ത വിധം മറ്റെങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കും. പിന്നീട് ഭൂമിയെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും വർഷങ്ങൾ പിടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിക്കാനേ പറ്റില്ല. മനസ്സില്ലാ മനസ്സോടെയാണെന്നുണ്ടെങ്കിലും ഗാലക്ടസിനെ വീഴ്ത്താനായിട്ട് കുഞ്ഞിനെ ആ ഒരു ബ്രിഡ്ജിന് താഴെ വെക്കാനായിട്ട് ഇവർ തീരുമാനിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഒരുപാട് റിസ്കുകളുണ്ട്. ഒന്ന് ഈ കുഞ്ഞ് തന്നെ, പിന്നീടുള്ളത് ഗാലക്ടസ് ഏത് ദിശയിൽ നിന്നാണ് ഈ പറയുന്ന ടൈം സ്ക്വയറിലേക്ക് വരിക എന്നറിയില്ല. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഈ കണ്ട ജനങ്ങളെ മൊത്തം ഇവാക്യുവേറ്റ് ചെയ്യണം. അതിനായിട്ട് സ്യൂ ഇപ്പോൾ ഹാർവി എൽഡറിനെ വിളിക്കുകയാണ്. അതായത് പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സബ്ടെറേനിയ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എല്ലാ ആളുകളെയും കൊണ്ടുപോകുന്നു. അതൊരു അണ്ടർഗ്രൗണ്ട് സിറ്റിയാണത്. എല്ലാ ഒരുക്കങ്ങളും വളരെ തകൃതിയായിട്ട് നടന്നു. ഗാലക്ടസിന്റെ ഷിപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം തന്നെ പേടിച്ച് വിറച്ച് സബ്ടെറേനിയ, അതായത് ആ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്ക് ഇപ്പോൾ പോവുകയാണ്.
നമ്മുടെ ബെന്നാകട്ടെ വീണ്ടും ആ ഒരു ടീച്ചറെ കണ്ട് സംസാരിക്കുന്നു. അധികം വൈകാതെ തന്നെ ഗാലക്ടസിന്റെ ഷിപ്പ് എർത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് റീഡും സ്യൂവും കുട്ടിയുമായിട്ട് ടൈം സ്ക്വയറിലേക്ക് പോവുകയാണ്. അതേസമയം ഗാലക്ടസ് ഇപ്പോൾ എർത്തിലേക്ക് ചാടി വീഴുന്നുണ്ട്. അതും ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെയുള്ള ഒരു പുഴയിലേക്കൊക്കെയാണ് ചാടുന്നത്. കുട്ടിയെ വെച്ച ശേഷം ഇവരും അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ ഭീമാകാരനായിട്ടുള്ള ഗാലക്ടസ് ഇപ്പൊ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ്. അവനെ കയ്യിൽ കിട്ടുന്നതൊക്കെ അവൻ എടുത്തു നോക്കുന്നു. അങ്ങ് ദൂരെയായിട്ട് ടൈം സ്ക്വയറിൽ കുട്ടി കിടക്കുന്നത് ഗാലക്ടസ് കാണുന്നുണ്ട്. ഈ ഒരു തക്കത്തിന് തന്നെ നമ്മുടെ ബെന്ന് ഗാലക്ടസിന്റെ ശ്രദ്ധ തിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ജോണി നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് കുട്ടി അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒഴിഞ്ഞ ഒരു തൊട്ടിൽ അല്ലെങ്കിൽ ആ കുട്ടിയെ കിടത്തുന്ന സംഭവമാണ് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇത് നമ്മുടെ ഗാലക്ടസിന് മനസ്സിലായിട്ടില്ല. അവന് നേരെ പോകുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലത്താണ്. ഹെർബി റോബോട്ടിനെ ഫ്രാങ്കിലിനെ ഏൽപ്പിച്ച ശേഷം അവൻ വീണ്ടും തിരിച്ച് ഈ ഒരു ടൈം സ്ക്വയറിന്റെ ഭാഗത്തേക്ക് വരുന്നു. പക്ഷെ അതിബുദ്ധിമാനായിട്ടുള്ള ഗാലക്ടസ് ആ ഒരു ടൈം സ്ക്വയറിന്റെ ഭാഗത്ത് കാല് വെക്കുന്നില്ല. വീണ്ടും കുട്ടി അവിടെ തന്നെ ഉണ്ടോന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കുട്ടിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഗാലക്ടസ് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് കുട്ടിയുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നടക്കുകയാണ്. സംഗതി മൊത്തത്തിൽ പാളി. എന്നെയാണ് ട്രാപ്പിലാക്കാൻ നോക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗാലക്ടസ് ഇപ്പൊ ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഫ്രാങ്കിലിനെ, അതായത് ആ കുഞ്ഞിനെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് തടയാനായിട്ട് ബെന്നാണെന്നുണ്ടെങ്കിൽ അവിടെ കടന്നിരുന്ന വലിയ വലിയ എണ്ണ ടാങ്കറുകൾ എടുത്തിട്ട് ഗാലക്ടസിന് നേരെ എറിയുന്നുണ്ട്. അതിൽ നിന്നുള്ള എണ്ണ ഗാലക്ടസിന്റെ ദേഹത്ത് ആയപ്പോൾ തന്നെ ജോണി മൊത്തത്തിൽ അങ്ങോട്ട് തീ കൊളുത്തി. പക്ഷെ അതൊന്നും ഗാലക്ടസിനെ തടഞ്ഞു നിർത്തിയില്ല. ഇനി എന്ത് ചെയ്യും? വീണ്ടും ഓരോരോ ക്രെയിനും മറ്റു വാഹനങ്ങളൊക്കെ എടുത്തിട്ട് ഗാലക്ടസിന്റെ മേത്തേക്ക് എറിയുമ്പോൾ ദേഷ്യം പിടിച്ച ഗാലക്ടസ് ബെന്നിനെ എടുത്തിട്ട് ഒരു അറ്റേറ്. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബഹിരാകാശം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോണി പോയിട്ട് അവനെ രക്ഷിച്ചു. ഒരു കാർ പേടകം ഉപയോഗിച്ചിട്ട് സ്യൂ ആണെന്നുണ്ടെങ്കിൽ തടയാനായിട്ട് നോക്കി. അവളുടെ കാർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്ഥലത്ത് ഇടിച്ച് ആകെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്. പിന്നീടുള്ളത് നമ്മുടെ റീഡാണെന്നുണ്ടെങ്കിൽ അവന്റെ ശരീരം മൊത്തം റബ്ബർ ബാൻഡ് പോലെ വലിച്ചതാക്കിയിട്ട് ഈ ഒരു ഗാലക്ടസിന്റെ ശരീരത്തിലേക്ക് കയറി പറ്റി ഒരു വലിയ ലോഹം ഉപയോഗിച്ചിട്ട് അവനെ കുത്തി നോയിപ്പിക്കാനായിട്ട് നോക്കി. പക്ഷേ ഗാലക്ടസ് ആണെന്നുണ്ടെങ്കിൽ അവനെ ഇപ്പോൾ വലിച്ചു പിടിച്ചേക്കാണ്. റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ വലിക്കൂല കൈകൊണ്ട്, അതുപോലെ ഇനിയും വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീഡിന്റെ കഥ കഴിയും. അപ്പോഴേക്കും ജോണും ബെന്നും വന്നതുകൊണ്ട് മാത്രം റീഡ് രക്ഷപ്പെട്ടു. പക്ഷെ ഗാലക്ടസ് അതൊന്നും ചിന്തിക്കുന്നില്ല. ഗാലക്ടസ് നേരെ പോകുന്നത് ആ ഒരു കുഞ്ഞിന്റെ അടുത്തേക്കാണ്. അവിടെ നമ്മുടെ ഹെർബി റോബോട്ട് മാത്രമാണുള്ളത്. ഹെർബി റോബോട്ടിന് പാവം എന്ത് ചെയ്യാൻ കഴിയും? അപ്പോഴേക്കും ഗാലക്ടസ് വന്നിട്ട് ആ ഒരു ബിൽഡിംഗ് തകർത്ത് കുഞ്ഞിനെ ഇപ്പോൾ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് കൊണ്ടുപോകുന്നു. ഇത് കണ്ട് സ്യൂനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചു. അവളൊരു അമ്മയല്ലേ, അവളുടെ ഇൻവിസിബിൾ പവറും ബാക്കിയുള്ള ഷീൽഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഗാലക്ടസിനെ മനഃപൂർവ്വം തള്ളി ആ ഒരു ടൈം സ്ക്വയർ ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടുപോവാണ്. അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലാണ് ആ ഒരു ടെലിപോർട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗാലക്ടസിനെ ഇവിടെ നിന്നും പറഞ്ഞയക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് നേരം തള്ളി ഈ ടൈം സ്ക്വയറിന്റെ അടുത്തേക്ക് എത്തി. അവിടെ ഇവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെലിപോർട്ടും കാര്യങ്ങളൊക്കെ തുറന്നു. ആ ഒരു പോർട്ടലിലേക്ക് ഇനി ഇവനെ തള്ളിയിട്ടാൽ മതി, അതായത് നമ്മുടെ ഈ ഒരു ഗാലക്ടസിനെ. അപ്പോഴേക്കും നമ്മുടെ ജോണി സ്വയം സാക്രിഫൈസ് ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. അവൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഗാലക്ടസിനെ തള്ളിയിടാനായിട്ട് നിൽക്കുമ്പോഴേക്കും സിൽവർ സർഫർ അങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് ജോണിയെ തട്ടി മാറ്റിയിട്ട് അവളാണ് ഗാലക്ടസിന്റെ നെഞ്ചുകൂട് നോക്കിയിട്ട് ഒരു ഒറ്റ ഇട്ടിരിക്കുന്നത്, അതും കാലുകൊണ്ട്. അതോടുകൂടിയിട്ട് ഗാലക്ടസും സിൽവർ സർഫറും ആ ഒരു പോർട്ടലിലേക്ക് പോകുന്നു. ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്യൂ മരണപ്പെട്ടു. ഇവരെല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ്. CPR ഒക്കെ കൊടുത്തു നോക്കി, പക്ഷെ യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല. അങ്ങനെ മകനായിട്ടുള്ള ഫ്രാങ്ക്ലിനെ ഇപ്പോൾ സ്യൂവിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, സ്യൂ വീണ്ടും റിവൈവ് ആവുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും കൂടുതൽ പവർ നമ്മുടെ മകനുണ്ടെന്ന് സ്യൂ അപ്പോൾ പറയുന്നുണ്ട്. ഗാലക്ടസിന്റെ ഭീഷണി ഇല്ലാതായതോട് കൂടിയിട്ട് സബ്ടെറേനിയിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും ഇവരെ അഭിനന്ദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഇവരുടെ 5th ആനിവേഴ്സറി ജനങ്ങൾ മൊത്തം കൊണ്ടാടുന്നതാണ്. അതിനുശേഷം അവരവരുടെ പുതിയ മിഷനുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു മിഡ് ക്രെഡിറ്റ് സീനാണ്. ഏകദേശം 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കുഞ്ഞു ഫ്രാങ്കിലിനെ കാണാതാവുന്നുണ്ട്. ഈ സ്യൂ ആണെന്നുണ്ടെങ്കിൽ പോയി നോക്കുമ്പോൾ മറ്റാരോടോ സംസാരിക്കുന്ന കുഞ്ഞു ഫ്രാങ്കിലിനെയാണ് അവൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. അയാളൊരു ഗ്രീൻ ക്ലോക്ക് ആണ് ധരിച്ചിരിക്കുന്നത്. മാത്രമല്ല കയ്യിലായിട്ട് മെറ്റൽ മാസ്കുമുണ്ട്. അത് ഡോക്ടർ ഡൂം ആയിരിക്കുമല്ലേ? നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.